കോടതിയിൽ എന്നെ കീറി മുറിക്കാൻ കാത്തിരിക്കുക ആരതിയും സച്ചിയെല്ലാം. ആ തെളിവുകൾ നശിപ്പിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല മാഡം. എന്തെങ്കിലും വളഞ്ഞ വഴി കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടു പോവും. ഒരു വട്ടം, ഒരേ ഒരു പ്രാവശ്യം എനിക്കെന്റെ മോളൊന്ന് കണ്ടിട്ട് മരിച്ചാ മതി. മരണമാ മോളെ അമ്മയ്ക്ക് ഇതിനേക്കാൻ നല്ലത്. എന്തിനാ അമ്മ ഇങ്ങനെ ജീവിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ മോളെ. ഉള്ളിൽ ഞാൻ എപ്പോഴേ മരിച്ചു കഴിഞ്ഞു. അങ്ങനൊന്നും പറയില്ല അമ്മ. അമ്മയുടെ കണ്ണീര് ഈശ്വരൻ കാണും. ഒരു ദിവസം അമ്മ ആഗ്രഹിക്കുന്ന പോലെ അമ്മയുടെ മോള് വരും. ലോകത്തൊരമ്മയ്ക്കും ഇതുപോലൊരു നിർമ്മിതി കൊടുക്കരുത്. എനിക്കിന് ജീവിക്കണമെന്നില്ല മോളെ. ഈ നിമിഷം എന്റെ മേലോട്ടെടുത്താ മതി. എന്റെ അമ്മയുടെ ഈ സങ്കടത്തിന് അറുതി വരുത്തേണ്ടത് എന്റെ കടമയോ? എന്തും സംഭവിച്ചോട്ടെ, അമ്മയുടെ മുന്നിലെങ്കിലും ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു. സച്ചേട്ടനും സ്നേഹയും ആരും ഇവിടെയില്ല. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഇതിനേക്കാളും പറ്റിയൊരവസരമില്ല. എന്നെ കാണാതെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എത്ര ജന്മം എടുത്താലും എനിക്ക് ആ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, എല്ലാവരും അറിഞ്ഞോട്ടെ. എൻ്റെ അമ്മയുടെ ആഗ്രഹം ഞാനിപ്പോൾ സാധിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആ ശരി ശരി, ഞാൻ വിളിക്കാം. ഇല്ലില്ല, ഞാൻ വിളിച്ചോളാം. ആ സ്നേഹിതര് വന്നില്ലമ്മേ? ഇല്ല മോനെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, സമയം ഒരുപാടായി. അവള് വന്നിട്ട് പോവാം മോളെ. അവള് ബ്ലഡിന്റെ റിസൾട്ട് വാങ്ങാൻ പോയിരിക്കുക. അതല്ലമ്മേ, എനിക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ കുറവുണ്ടല്ലോ. ഞാൻ ഡിസ്ചാർജ് ആയിട്ട് അമ്മയെ വീട്ടിൽ വന്ന് കണ്ടോളാം. വരണേ മോളെ. മോള് വരുന്നത് അമ്മയ്ക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ശരി അമ്മ, അമ്മ റെസ്റ്റ് എടുത്തോ. പോട്ടെ. ശരി. എന്തൊരു നല്ല മോളാ അത്. അവൾ എന്റെ കൈ പിടിച്ചപ്പോ അച്ചുമോള് പിടിക്കുന്ന പോലെ തോന്നിയ. എന്തായി മൂർത്തി, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല മാഡം, ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല.
സുഗതൻ മേനോൻ ഇങ്ങനെ മറഞ്ഞിരിക്കാനും ആവശ്യമുള്ളപ്പോ പുറത്തു വരാനും അയാളെന്താ വല്ല മായാവിയോ മറ്റാണോ? അമ്മാവൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇങ്ങനൊരു കൂട്ടുകാരനെ പറ്റി ഞാൻ പറഞ്ഞു പോലും കേട്ടിട്ടില്ല. പിന്നെ ഏത് പാതാളത്തിൽ നിന്ന് അയാൾ ഇപ്പൊ എഴുന്നേറ്റ് വന്നത്? എനിക്ക് തോന്നുന്നത് ഈ സുഗതൻ മേനോൻ ആരുടെയോ ആയുധമാണെന്നാണ്. അയാൾക്ക് പിന്നിൽ കളിക്കുന്നത് മറ്റാരോ ആണ്. എനിക്കും ആ സംശയമുണ്ട്. ഒന്നുകിൽ രാജീവ് അല്ലെങ്കിൽ ഗോകുൽ. ഇവര് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാവാനാണ് സാധ്യത. എന്റെ സംശയം ആ രാജീവ് സാറിനെയാണോ? അങ്ങനെ വെറുതെ സംശയിച്ചോണ്ട് എന്ത് കാര്യം? അതിനെന്തേലും ഒരു തെളിവ് കിട്ടണ്ടേ? അല്ല, അവർ രണ്ടുപേരിൽ മാഡത്തിനോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളത് രാജീവ് സാറിനാണല്ലോ. അത് ശരിയാ. ഒരു പോലീസുകാരന്റെ തലയിൽ മാത്രമേ ഇത്തരം ഒരു ബുദ്ധി പ്രവർത്തിക്കൂ. നേർക്ക് നേരെ ഒരു ശത്രു വന്ന് കൊല്ലാൻ നിന്നാൽ പോലും നമുക്ക് ധൈര്യമായിട്ട് നേരിടാം. ഒന്നുകിൽ മരിക്കാം, അല്ലെങ്കിൽ കൊല്ലാം. പക്ഷെ ഇത് അതുപോലെയാണോ? ഒരു പേര് മാത്രമല്ലേ ഉള്ളൂ. ഇയാൾക്കൊരു മുഖമില്ല, രൂപമില്ല, ആരാണെന്നുള്ളൊരു സൂചന പോലും ഇല്ല. ആ തള്ളയ്ക്കും മോൾക്കാണെങ്കിൽ അയാളെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ആ ഗോകുലാണെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. ഈ കേസില് ഞാൻ പണി മേടിക്കും മൂർത്തി. എന്റെ മനസ്സങ്ങനെ പറയുന്നു. മാഡം, എത്ര പണം കൊടുത്തിട്ടായാലും അയാളെ ഒപ്പം നിർത്താൻ നമുക്കൊരു ശ്രമം കൂടി നടത്തി നോക്കൂടെ? നടത്തണം, നടത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ജയിലിൽ പോകുന്ന കാര്യം ഉറപ്പാ. പണ്ട് രാജീവ് അന്വേഷിച്ച കേസ് പോലെ അല്ല ഇത്. ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ഇപ്പൊ ഈ കേസിലുണ്ട്. നല്ല ഒന്നാന്തരം കുരുക്ക അയാൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ. അന്നവനെ ജീവനോടെ വിട്ടതാ അബദ്ധമായി പോയത്. നിന്നൊക്കെ എന്തിനു കൊള്ളാം? മാഡം, അന്ന് അയാൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ ഭാഗ്യപ്പോ ഒരു കാളസർപ്പത്തിന്റെ രൂപത്തിൽ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? കോടതിയിൽ എന്നെ കീറി മുറിക്കാൻ കാത്തിരിക്കുക ആരതിയും സച്ചിയെല്ലാം. ആ തെളിവുകൾ നശിപ്പിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല മാഡം. എന്തെങ്കിലും വളഞ്ഞ വഴി കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടു പോവും. ഈ നശിച്ച അമ്മാവൻ കാരണം എന്റെ മോളുടെയും ജീവിതം പോലും ഇല്ലാതാവും. എനിക്ക് തോന്നുന്നത് ഈ അമ്മായിയെ മോളെയും ഒന്നുകൂടി കാര്യമായി ചോദ്യം ചെയ്താൽ ഈ സുഗതൻ മേനോനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്നാ. എനിക്ക് തോന്നുന്നില്ല മൂർത്തി. ആ അമ്മാവനെ കൊണ്ട് ജീവിതം തൊലഞ്ഞു പോയരാ ആ അമ്മയും മോളും. എന്തോ അവർ രണ്ടുപേരും അത്ര നല്ല പുള്ളികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല.